Hello, welcome all. So, കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ 2023 ഡിസംബർ സെഷനിലായിരുന്നു ചെയ്തത് എൻ്റെ ഓർമ്മ. അതുപോലെ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ് ചെയ്തത്. സോ എന്തായാലും നിങ്ങളുടെ CSIR നെറ്റ് വരുന്ന 2024 ജൂൺ സെഷനിൽ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ അനൗൺസ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്, ലൈക്ക് ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യേണ്ടതാണ്. ഗേറ്റ് എന്തായാലും അവസാനിച്ചു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല റിസൾട്ടും ഓൾറെഡി അനൗൺസ്ഡ് ആണ്. സോ എന്തായാലും അടുത്ത നിങ്ങൾക്ക് ജൂൺ 2024 സെഷനിലെ CSIR നെറ്റ് ആണ് ഒരു ട്രൈ ചെയ്യാവുന്ന എക്സാം. UGC നെറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി CSIR നെറ്റും അനൗൺസ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും വരുന്ന സെഷൻസിലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ജൂൺ 2024, കഴിഞ്ഞ വർഷം യൂഷ്വലി രണ്ട് തവണകളിലെ 2 സെഷൻസിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ജൂൺ സെഷനിലും ഡിസംബർ സെഷനിലും. കഴിഞ്ഞ വർഷത്തെ ജൂൺ സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇപ്പോൾ ഈ വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഞാൻ പറഞ്ഞതുപോലെ എത്രയും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുന്നു അത്രയും ബെറ്റർ. അതാണ് നെറ്റായാലും ഗേറ്റ് ആയാലും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. എന്താ പറയുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പാർട്ട് എ വെച്ചിട്ട് തന്നെ തുടങ്ങുകയാണ്. എത്രയും എനിക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് തന്നെ കരുതി. പാർട്ട് എയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് എനിവേ വി ക്യാൻ ഡു ദാറ്റ് ഓൾസോ. ദർ ആർ സം ലോജിക്കൽ റീസണിങ് കൈൻഡ് ഓഫ് കുറച്ച് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ മാക്സിമം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. There are two canals A and B joined to forming another canal C, all having semicircular cross sections of radii. They are in the ratio 3:4:5. Assume smooth merge of A and B and ignore the possibility of flooding. If the speed S of water is the same and uniform in both A and B, what is the speed in C? ഓക്കെ, സോ ബേസിക്കലി 3 കനാൽസ് ഉണ്ട്. നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുന്നതാണ് ബെറ്റർ. ഇവരുടെ ഷേപ്പ് ഒരു സെമി സർക്കുലർ ആണ്. സോ ബേസിക്കലി നമ്മൾ കാണുന്ന കാനകളുടെ ഷേപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ദിസ് ഇസ് എ ആൻഡ് ദർ ഇസ് അനദർ കനാൽ കമ്മിങ് ഇൻ, ദിസ് ബി വിച്ച് മെർജസ് ടു ഫോം അനദർ വൺ സി. സോ ഇതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. എയിലും ബിയിലും കനാൽസ് മെർജ് ചെയ്ത് സിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ഇവരുടെ റേഡിയസ് തമ്മിലുള്ള സോ ബേസിക്കലി ഇത് ഇങ്ങനെ ഒരു കനാലാണ്. സോ അതിൻ്റെ ഈ ഒരു റേഡിയസ് ആണ്, ഒരു സെമി സർക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു റേഡിയസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആറിൻ്റെ റേഡിയസ് നമുക്ക് 3 റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് 3 ടൈംസ് സം നമ്പറാണ്. സോ 3 എന്ന് എടുക്കാം. റേഷ്യോസ് ആണ് ഇമ്പോർട്ടൻറ്റ്. RB എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് RC 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ 2 കനാൽസിലും വെള്ളം ഒഴുകി സിയിലേക്ക് പോകുന്നു. ദെൻ എയിലും ബിയിലും സ്പീഡ്, വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് S ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെയും ഈ ഒരു കനാലിലും S വിത്ത് ഫ്ലോ റേറ്റ് S ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ ഫ്ലഡിങ് ആണെങ്കിൽ, സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ 2 കനാൽസിലൂടെയും വരുന്ന വെള്ളം മുഴുവൻ സിയിലേക്ക് പോകുന്നു. സോ ദർ ഇസ് നോ ഫ്ലഡിങ് ആൻഡ് ഇവിടുത്തെ സ്പീഡ് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് നമുക്കത് SC എന്നെടുക്കാം. ഓക്കെ, ദെൻ എന്താണ് HC? അതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? സോ ബേസിക്കലി ഇതൊരു കൺസർവേഷൻ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ മാസ് കൺസർവ് ചെയ്യുന്ന പോലെ ടോട്ടൽ എന്താ പറയുക, ഓർ നിങ്ങൾക്ക് കിർച്ചോഫ് ലോ, ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ കിർച്ചോഫ് ലോ ഉണ്ട്. സോ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആണ്, അതാണ് അവിടുത്തെ ഐഡിയ. ഒരു ജംഗ്ഷനിലേക്ക് ഇഫ് യു ടേക്ക് എ സർക്യൂട്ട്, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ഇൻപുട്ട് കറൻസ് എല്ലാം ഷുഡ് ബി സംഡ് അപ്പ് ടു ദ ഔട്ട് ഗോയിങ് കറൻസ്. ഇൻവേർട്ട് കറൻസും ഔട്ട്വേർട്ട് കറൻസും സെയിം ആയിരിക്കണം. അൺലെസ് ഇഫ് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ, ദർ ഇസ് എ പൈൽ അപ്പ് ഓഫ് ചാർജ്.
സോ സിമിലർ സിനാരിയോസ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവും. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഉള്ള എല്ലാ കേസിലും ഇങ്ങനെ ഒരു റൈറ്റ് ഇക്വേഷൻ എന്താ പറയുക നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടോട്ടൽ ഇൻപുട്ട് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ തന്നിരിക്കുന്ന ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് സോ ബേസിക്കലി ടോട്ടൽ ഫ്ലോ വോളിയം ടേംസിൽ ചിന്തിക്കണം. എത്ര ഒരു യൂണിറ്റ് ടൈമിൽ മേ ബി എ സെക്കൻഡ്, യൂണിറ്റ് സെക്കൻഡിൽ ഇവർ തന്നിരിക്കുന്നത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എത്ര മിനിറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. ടോട്ടൽ യൂണിറ്റ് ടൈമിലെ ഇൻപുട്ട് എന്താ പറയുക, ഇൻപുട്ട് ഫ്ലോ, ടോട്ടൽ ഇൻപുട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ്, മേ ബി റേറ്റ് എന്ന് പറയുന്നത് പെർ സെക്കൻഡിലെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം ടോട്ടൽ ഔട്ട്പുട്ട് ഫ്ലോ. സോ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. സോ വാട്ട് ആർ ദ ഇൻപുട്സ്? ദർ ആർ 2 ഇൻപുട്സ്. സെമി സർക്കുലർ റേഡിയസ്, എന്താ പറയുക, സെമി സർക്കുലർ ആണ് കനാൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ RA എന്ന് എടുക്കുക ഫസ്റ്റ് ഇതിൻ്റെ. സോ ദാറ്റ് ഈസ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr²/2 ആയിരിക്കും. ടൈംസ് ദിസ് ഇസ് ദ ഏരിയ. ഇതാണ് ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ. ഈ ഏരിയനോട് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെ അളവാണ് എന്ത് വോളിയം, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആ സ്പീഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് സെക്കൻഡിൽ ഈ കനാൽ എയിലൂടെ വരുന്ന വാട്ടറിന്റെ ഇൻപുട്ട് കിട്ടും. ഇത് ഇൻപുട്ട് ആണ്. അനദർ വൺ ഇസ് ബി, and this should be equal to output, which is πr(c²/2) times SC. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയില്ല. സോ ലെറ്റ് സി. എന്തായാലും ഫൈനൽ ആൻസർ വിൽ ബി ഇൻ ടേംസ് ഓഫ് എസ്. സോ ഈ എസ് ഇവിടെ ഉണ്ടാവും, SC ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഈ 1/2 എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു. സോ you don't have to actually put that factor 1/2, and also pi also will cancel off. RA RB ഇട്ട് കൊടുക്കുക. So RA is 3, so that means this is 9s plus RB is 4, this is 16s, which is equal to RC, which is 5, so 25 SC. So that means 9 plus 16 is also 25. 25s equal to 25 SC. That means SC equals S. So the third canaliloodulla flow rate actually same ആണ് നമുക്ക് കിട്ടുന്നത്. So this is the right answer. Option 1 is the right answer. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഒരു ഈസി ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ടോട്ടൽ ഇൻപുട്ട് ഫ്ലോ ഔട്ട്പുട്ട് ഫ്ലോ കമ്പയർ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. എ പേഷ്യൻറ്റ് റിക്വയർസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് half liter or 500 milliliters of IV fluid in 1 hour. ആൻഡ് ഒരു ഹോസ്പിറ്റലിലെ ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ അപ്രോക്സിമേറ്റ് ഡ്രിപ്പ് റേറ്റ്? സോ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് നമ്മൾ ഡ്രിപ്പ് ഇടും, അതിൻ്റെ ഡ്രിപ്പ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര ഡ്രോപ്സ് വേണം, അതാണ് ഡ്രിപ്പ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് വിച്ച് ദ ഫ്ലൂയിഡ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ്. സോ പേഷ്യൻറ്റിന് 500 ml IV ആണ് ചെയ്യേണ്ടത് ഇൻ 1 hour. സോ ദാറ്റ് മീൻസ് ആൻഡ് ഓൾസോ ഓക്കെ നമ്പർ ഓഫ് ഡ്രോപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 500 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഡീറ്റെയിലും കൂടി തന്നിട്ടുണ്ട്. വോളിയം ഓഫ് 1 ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.05 ml ആണ്. സോ ദാറ്റ് അപ്പോൾ 500 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡ്രോപ്സ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോപ്സ് എന്ന് പറയുന്നത് 500 ml divided by each drop is 0.05. So that is 10 raised to 4. 10 raised to 4 drops ആണ് ഇൻ 1 hour ഈ പേഷ്യൻറ്റിന് IV ആയിട്ട് കൊടുക്കേണ്ടത്. ചോദിച്ചിരിക്കുന്നത് ഒരു മിനിറ്റിൽ എത്ര വേണമെന്നാണ്.
നമുക്കറിയാം ഒരു 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 minutes ആണ്. സോ പെർ മിനിറ്റ് ഇതെന്ന് പറയുന്നത് 10,000 സോറി 10,000 ഡിവൈഡ് ബൈ 60. 1000 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ശ്രദ്ധിക്കുക, നെറ്റിന് എന്തില്ല, കാൽക്കുലേറ്റർ പ്രൊവൈഡർ അല്ല. സോ യു ഹാവ് ടു ഡു ദിസ് യുവർ സെൽഫ്. ബേസിക് നമ്മുടെ എന്താ പറയുക, സ്കൂൾ അരിത്തമെറ്റിക്സിലേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ 1006 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒരുപാട് MSc ഒക്കെ വരെ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഇത് ഈ കാൽക്കുലേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് പലതും നമ്മൾ മറന്നു പോകും. സോ അതൊക്കെ റീഫ്രഷ് ചെയ്യുക. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്, പക്ഷെ തെറ്റിക്കരുത്. ഓക്കെ, സോ ഇഫ് യു ഡു ദിസ്, ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം ഇതെങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത്. സോ for remaining, that is 40 and 36, you again get a 40, which is another 6, 36, another 4. Now you don't have any more zeros, so you put so it will keep on going, so like that. So this is roughly 167 drops per minute. So that's how the answer is option 3. Okay, so it's another easy one. So ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് ചെയ്ത് പഠിക്കാം. എനിവേ, ഗോ ബാക്ക് ടു യുവർ ബേസിക്സ്. ആൻഡ് ചിലപ്പോൾ നമ്മളിവിടെ ഇതുപോലത്തെ പോയിന്റ്സിൽ സിമ്പിൾ ആയിട്ടുള്ള പല പോയിന്റ്സ് ആണ് അവിടെ സ്റ്റക്കായി പോകും, ബട്ട് സ്റ്റക്കാവരുത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. A large number of birds, half of which belong to species A and another half species B, rest on a tree where they distributed randomly across the branches. Okay, രണ്ട് സ്പീഷീസ് A, B ഈക്വൽ നമ്പർ ഓഫ് ആണ് ഒരു മരത്തിലിരിക്കുന്നു. In a random sample of 5 birds from the tree, what is the probability that at least one is from species A? ഓക്കെ, സോ നിങ്ങൾ റാൻഡംലി 5 പക്ഷികളെ ചൂസ് ചെയ്യണം. അതിൽ ഒരെണ്ണമെങ്കിലും എ എന്ന് പറഞ്ഞ സ്പീഷീസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഫ്രം എ, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ 5 given that you sample, given that you take 5 birds in random. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? 2 തരത്തിൽ ഇത് ക്വസ്റ്റ്യൻ ആലോചിക്കാം. ആദ്യം യൂഷ്വലി ഇത് ആൾക്കാർ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക, ടഫസ്റ്റ് വേയിലാണ് എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് ഒരെണ്ണമെങ്കിലും വേണമെങ്കിൽ ദർ ആർ പോസിബിലിറ്റീസ്. ഒന്നെങ്കിൽ ഒരെണ്ണം മാത്രം വരാം, അല്ലെങ്കിൽ 2 എണ്ണം വരാം, അല്ലെങ്കിൽ 3 എണ്ണം വരാം, 4 എണ്ണം വരാം, 5 എണ്ണം വരാം. ഇത് ഏത് സിനാരിയോ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് അവിടെ ഒരെണ്ണമെങ്കിലും സ്പീഷീസ് എ ആണ്. സോ ബട്ട് പീപ്പിൾ വിൽ ഡു ഈസ് യൂഷ്വലി ലൈക്ക് സപ്പോസ് P1 ആണ് ഞാൻ ഒരെണ്ണം ഒരു ചൂസ് ചെയ്തിരിക്കുന്ന 5 ബേർഡ്സിൽ ഒരെണ്ണം എ ആവാനുള്ള പ്രോബിലിറ്റി P1 ആണെന്ന് വിചാരിക്കുക. P2 എന്ന് പറയുന്നത് ചൂസ് ചെയ്തതിൽ 2 എണ്ണം, ആൻഡ് P3 സോ ഓൺ ലൈക്ക് P4 P5. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ക്വാണ്ടിറ്റീസ് നമുക്ക് 5 ക്വാണ്ടിറ്റീസ് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാം. സോ ഞാൻ റാൻഡംലി ഒരു പക്ഷിയെ ചൂസ് ചെയ്യുന്നു, അതിൽ ഒരെണ്ണം എ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ് എനിക്ക് കണ്ടുപിടിക്കാം, കൗണ്ട് ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇതിലും ഈസി വേ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് നെഗേഷൻ കൺസിഡർ ചെയ്യുന്നതാണ്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് actually this is equal to 1 minus P0. So P0 എന്ന് പറയുന്നത് it's a scenario where no birds are from species A. So അവിടെ എനിക്ക് ഒറ്റ കൗണ്ടിങ് മാത്രം നടത്തിയാൽ മതി. This is also my answer. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ this one will be the easiest. So ഇത് ടിപ്പിക്കലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പല സിനാരിയോയിലാണ് ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമുക്ക് എപ്പോഴും
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തരത്തിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ദർ ഇസ് ആൻ ഈസി വേ അറൗണ്ട്. സോ നിങ്ങളത് ബൈ എന്താ പറയുക പ്രാക്ടീസ് യു വിൽ സ്റ്റാർട്ട് ടു ഗെറ്റ് നോ സച്ച് ക്വസ്റ്റ്യൻസ്. സോ 1 മൈനസ് P0 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നൗ ലെറ്റ് സി വാട്ട് ഇസ് P0. P0 എന്ന് പറയുന്നത് നിങ്ങൾ 5 ബേർഡ്സിനെ ചൂസ് ചെയ്തു, ഒരെണ്ണം പോലും എ എന്ന് പറഞ്ഞ സ്പീഷീസ് ആവരുത്. ദാറ്റ് മീൻസ് ലൈക്ക് if I choose, okay, now let's see, there are equal number of A and B birds. So if ഞാൻ ഒരെണ്ണത്തിന് ജസ്റ്റ് ഒരു ബേർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്, ബിക്കോസ് ദർ ആർ ഈക്വൽ നമ്പർ ഓഫ് ബേർഡ്സ്. ഇനി ഞാൻ എന്താ പറയുക, ഓരോ ബേർഡിനെ ഞാൻ ചൂസ് ചെയ്യുമ്പോഴും ബേസിക്കലി 5 എണ്ണത്തിന് ഒരുമിച്ചാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഒന്നിനെ ചൂസ് ചെയ്ത് അടുത്ത അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. സോ ബൈ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒരു ചൂസിങ് അല്ല ഞാൻ നടത്തുന്നത്. സോ അറ്റ് വൺസ് ഞാൻ 5 ബേർഡ്സിനെ ചൂസ് ചെയ്യണം. സോ അവിടെ എൻ്റെ ടോട്ടൽ പ്രോബിലിറ്റി P0 എന്ന് പറയുന്നത് എല്ലാം ഒരേ ഇതാവാനുള്ള, അതായത് ഗിവൻ ദാറ്റ് ഓൾ ആർ ഫ്രം, സോ P0 മീൻസ് all are not A, or that means all are from B, അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര വട്ടം സാമ്പിൾ എത്ര ചൂസ് ചെയ്തു, 5 വട്ടമാണ്. സോ 1/2 ടൈംസ് 1/2 ടൈംസ് 1/2 ടൈംസ്, സോ 5 ടൈംസ് യു ടേക്ക് ദ ദാറ്റ് ഈസ് മൈ P0. Now, if I do this, so നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്, ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്താ പറയുക, you have to divide, you have to give the answer in decimals, it's not in 1/2 fraction ഫോമിലല്ല കൊടുക്കേണ്ടത്. So that means my answer എന്ന് പറയുന്നത്, റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത് 1 മൈനസ് 2/5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 32. So 2 into 2 is 4, 4 into 4 is 16, 16 into 2. So this is my answer, and this is nothing but so നിങ്ങൾക്ക് ഇത് ചെയ്ത് കണ്ടുപിടിക്കാം. അഗൈൻ നേരത്തെ പോലെ ഞാൻ ചെയ്യുന്നില്ല, ഐ എം നോട്ട്, യു ക്യാൻ വർക്ക് ഔട്ട് യുവർ സെൽഫ്. സോ ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം. സോ 1/2 എന്ന് പറയുന്നത് 0.5 ആണ്, 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഈസി കാൽക്കുലേഷൻസ് ആണ്. സോ 1 next again if you take another 2, it is 0.125. So you take another, divide by 2 more times, then what you will get, the answer is 0. So this one 1/32 എന്ന് പറയുന്നത് 0.3125 എന്നാണ്, and that is equal to, if you make the subtraction, answer is 0.96875. So that is the probability. So that's the answer. So your answer is option 4. Okay, so let's move on to the next one. Yeah, so going back to the next one. Question number 4. So how many 3-digit numbers exist whose first and last digits add up to 9? Okay, let's see how to do this. So okay, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ so 3-digit numbers ആണ്. So there will be 3 digits, but the first one and these two should add up to 9. So possibilities എന്തൊക്കെയാണ്? 0, 9, 1, 8, 2, 7, 3, 6 and 5, 4. So റിവേഴ്സ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് വി വിൽ
we will count them. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 09. സോ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ 2-digit നമ്പർ. ഇറ്റ്സ് നോട്ട് എ 3-digit നമ്പർ, ഇറ്റ്സ് എ 2-digit നമ്പർ. സോ ആ ഒരു പോസിബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. സോ ഈ കേസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ 1 or 8 വരുന്ന how many possibilities can be there? So in the middle number there can be still 0 to 9, which is 10. So there can be 10 possibilities, and also there can be 8 1 ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. So which will be 2 times this. So അതുപോലെ എത്ര പേഴ്സ് ഉണ്ട്? Again 2 7 can go in the same fashion, 3 6 can go in the same fashion, and 5 4 also can go in the same fashion. So that means there are total 1 2 3 4 such combinations. So ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 80 ആണ്. Now 09 പറ്റില്ല, so as I told, but 90 possible ആണ്. So ഇവിടെ 90 വന്നു കഴിഞ്ഞാൽ still there are 10 combinations. So that means 80 plus 10, 90 number of combinations ആണ് possibilities. ഓക്കെ, സോ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സോ സംടൈംസ് ഇത് കൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ 10, which is actually not in this. So anyway, probably you will not make the wrong choice. Question 5. On a one-way road, broken lines consisting of 2.5 meter length segments separated by 2.5 meter gaps are painted along the length of the road. നമ്മുടെ റോഡിൻ്റെ ഒക്കെ പോലത്തെ ഒരു കേസാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിമാർക്കേറ്റ് 3 lines. സോ ഒരു 3-line റോഡാണ്. സോ യു ഹാവ്, and also again let's finish the question. And continuous lines are painted along both borders. So that means you have these continuous lines along the borders, and ഇതുപോലെ ഡോട്ടഡ്, ഐ മീൻ നമ്മുടെ യൂഷ്വൽ ഹൈവേ ലൈൻസ് പോലത്തെ ലൈൻസ് ആണ്. ഗ്യാപ്പുള്ള ലൈൻസിൻ്റെ ഇടയ്ക്ക് 3 lines ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2.5 meter ലെങ്ത്തിലുള്ള ഈച്ച് സെഗ്മെന്റിന്റെ ലെങ്ത് 2.5 മീറ്ററും അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2.5 meter ആണ്. ഓക്കെ, what is the total length of the painted lines in meter or 250 meter stretch? സോ എങ്ങനെ ചെയ്യാം? ടോട്ടൽ നിങ്ങൾക്ക് 250 meter സ്ട്രെച്ച് ഉണ്ടെങ്കിൽ ഈ പെയിന്റഡ് പോർഷൻസിന്റെ ലെങ്ത് ഇൻക്ലൂഡിങ് ദിസ് ദ ഡാഷ്ഡ് വൺസ് ആൻഡ് ദി കണ്ടിന്യൂസ് വൺസ്, ടോട്ടൽ എത്ര കൈൻഡ് ഓഫ് പെയിന്റ് എത്ര ചിലവായി, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ ചെയ്യാം? സോ 2.5 meter ആണ് ഇതിന്റെ ഈച്ച് ഗ്യാപ്പിന്റെ. എനിവേ ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈൻസ് ദർ ആർ 2 on either sides. So that means 250 into 2, 500 ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ബ്രോക്കൺ ലൈൻസ് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി 250 ആണ് ടോട്ടൽ ലെങ്ത്. അതിൽ ഇത് എത്ര ബ്രോക്കൺ സെഗ്മെന്റ്സ് വരും, വിച്ച് ഇസ് 250 ഡിവൈഡ് ബൈ ഒരു സെഗ്മെന്റിന്റെ ടോട്ടൽ, അതായത് ഇൻക്ലൂഡിങ് എ ബ്രോക്കൺ ലൈൻ ആൻഡ് ദ സെപ്പറേഷൻ 5 meter ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് 50 നമ്പർ. സോ 50 ഇതുപോലത്തെ സെഗ്മെന്റ്സ് ആണുള്ളത്. ഓരോ സെഗ്മെന്റിലും 2.5 meter ഡാഷ്ഡ് ലൈൻ ഉണ്ട്. സോ ദാറ്റ് മീൻസ് 50 times 2.5 meter പെയിന്റഡ് റീജിയൻ ഡാഷ്ഡ് ലൈൻസ് ഉണ്ട്. If you multiply, what you will get, it is 125. So this is the each dashed line. അങ്ങനത്തെ 2 ലൈൻ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് അഗൈൻ 250. സോ ടോട്ടൽ
continuous plus dash, you will get 750 meter. That is your option 3. Okay, that's another easy one. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 3 ലൈൻ എന്ന് പറയുമ്പോൾ മേ ബി വരച്ച് നോക്കാം. എപ്പോഴും നമ്മൾ ഡയഗ്രാം വരുമ്പോഴാണ് ദ ഈസിയസ്റ്റ് വേ ടു വിഷ്വലൈസ്. നമുക്ക് നേരിട്ട് കാണാം. എപ്പോഴും ഡയഗ്രാംസ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് റഫ് പേപ്പേഴ്സ് തരും എന്നാണ് എൻ്റെ ഓർമ്മ. സോ യു ക്യാൻ ഓൾവേസ് മേക്ക് എനിവേ യു ഹാവ് ടു ഡു ദ ലൈക്ക് നേരത്തെ ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസ് ചെയ്യാനാണുള്ളത്. ദീസ് ഓൾ കാൽക്കുലേഷൻസ് യു ഹാവ് ടു ഡു ബൈ യുവർ സെൽഫ്. കാൽക്കുലേറ്റേഴ്സ് ഇല്ല. സോ എനിവേ ദർ വിൽ ബി ലൈക്ക് വർക്കിംഗ് ഔട്ട് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ you can whenever you make a diagram you will get an idea of the question. Okay, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. 2 തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും ആക്ച്വലി. ലെറ്റ്സ് സീ. എ റെക്കോർഡ് പ്ലെയർ stylus moves along a spiral groove cut on an annular portion of a disc with inner radius 4 and outer radius 10. So ഒരു ഡിസ്ക് ഉണ്ട്. Maybe ഔട്ടർ റേഡിയസ് ഉണ്ട്, ഒരു ഇന്നർ റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പോർഷനാണ് നിങ്ങളുടെ ഡിസ്ക്. ഓക്കെ, ഇഫ് ദ റെക്കോർഡ് ടേൺസ് 100 ടൈംസ് വെൻ പ്ലേയിങ് ദ സ്റ്റൈലസ്. സോ നമ്മുടെ ഈ ഗ്രാമഫോൺ പണ്ടത്തെ ഇതുപോലെ ഒരു സ്റ്റൈലസ് ഉണ്ട് ഇവിടെ. ലൈക്ക് ഇറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത് ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്റ്റൈലസ് മൂവ് ചെയ്യും ഫ്രം ഇൻവേർട്ട് ടു ഔട്ട്വേർഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഈ റെക്കോർഡ് 100 ടൈംസ് തിരിഞ്ഞു കഴിയുമ്പോൾ ഇത് ഇന്നർ പോർഷനിൽ നിന്ന് ഔട്ടർ പോർഷനിലേക്ക് പോവാണ്. ആക്ച്വലി ഓക്കെ, സോ ആ കൃത്യമായിട്ട് റെക്കോർഡ് പ്ലേസ് സ്റ്റൈൽസ് അലോങ് ദ സ്പൈറൽ ആൻഡ് ഇന്നർ റേഡിയസ് 4 അത്ര പറഞ്ഞിട്ടുള്ളൂ. ഇഫ് ദ റെക്കോർഡ് ടേൺസ് 100 ടൈംസ് ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് വിച്ച് ഇസ് നോട്ട് ക്ലിയർലി മെൻഷൻ ഹിയർ, ഈ 100 ടൈംസിൽ എന്താ പറയാ, ഔട്ടർ പോർഷൻ സ്റ്റാർട്ട് ഓർ ഇന്നർ പോർഷൻ ഈ സ്റ്റൈലസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ആഫ്റ്റർ ദ 100th ടേം ഇറ്റ് ആക്ച്വലി എൻഡ്സ് അപ്പ് ഇൻ ദ ഔട്ടർ റേഡിയസ്. ആ ഒരു അസംഷനിൽ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ there is no other way around. ആക്ച്വലി അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ, വി ക്യാൻ ഡു ഇൻ ദാറ്റ് വേ. സോ ഇത് ഇനി എങ്ങനെ ചെയ്യാം? സോ 2 വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമുക്ക് അപ്രോക്സിമേറ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് മെത്തേഡ് ആദ്യം ചെയ്യാം. സോ അപ്രോക്സിമേറ്റ്ലി ഇത് ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഈ ഒരു ഡിസ്കിനെ നിങ്ങൾ 100 ആയിട്ട് മുറിക്കുക. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓരോ വട്ടം ഈ സ്റ്റൈലസ് ഒരു എന്താ പറയുക സർക്കിൾ പോർഷനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്ത് ഓരോ വട്ടം ആ സർക്കിളിന്റെ റേഡിയസ് കൂടി ഇറ്റ്സ് എ സ്പൈറൽ. ആക്ച്വലി സ്പൈറൽ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഔട്ടർ ഇതുവരെ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കാണാൻ ജസ്റ്റ് ഇതിനെ ഈ റേഡിയസിനെ ഡിസ്കിനെ 100 ആയിട്ട് നിങ്ങൾ മുറിക്കുന്നു. ആൻഡ് നമുക്കറിയാം ഓരോ സർക്കിളിലെ ടോട്ടൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോട്ടൽ ഇതിന്റെ സർക്കംഫറൻസുകൾ കണ്ടുപിടിച്ചാൽ മതി. സോ അത് റഫ്ലി നമുക്ക് എങ്ങനെ കിട്ടും? ഇതിന്റെ എല്ലാ സർക്കിൾസിന്റെയും സർക്കംഫറൻസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. സോ അത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഇതിൻ്റെയും ഡിസ്റ്റൻസ് റേഡിയസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ഡിസ്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 - 4 എന്ന് പറയുന്നത് 6 ആണ്. 6നെ 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 100 ടൈംസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 0.06 സെന്റിമീറ്റർ. സോ ദാറ്റ് മീൻസ് അതായത് സപ്പോസ് ഇനീഷ്യലി
4 cm ആണെന്ന് വിചാരിക്കുക ഇതിന്റെ ആ സർക്കിളിന്റെ റേഡിയസ്. പിന്നെ നെക്സ്റ്റ് ടൈം അത് 4.06 ആയിരിക്കും, നെക്സ്റ്റ് ടൈം അത് 4.12, സോ അങ്ങനെ അങ്ങനെ 100 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് 100 ടൈംസിൽ അത് എന്തായിട്ടുണ്ടാവും, 6 ആയിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാത്തിന്റെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി, 2πr എടുത്തിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ റേഡിയസ് എങ്ങനെ എഴുതാം, എനിക്ക് ആർ എൻ ടൈമിലെ 100 n എന്ന് പറയുന്നത് 0 to 1 to 100 പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ nth ടൈമിലെ റേഡിയസ് എന്ന് പറയുന്നത് ഓർ ഓക്കെ എനിവേ റേഡിയസ് തന്നെ n 4 പ്ലസ് n ഇൻറ്റു 0.06. സോ നമുക്ക് ടോട്ടൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. Sum over all n 2πrn. So that means n ഞാൻ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ n = 1 ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇനീഷ്യലി ഞാൻ അസ്യൂം ചെയ്യുന്നത് 4.06 ആണെന്നാണ്. എന്നാൽ അത് ശരിയാവുള്ളൂ. n = 1 to 100 ഞാൻ കൊടുത്തു. 100 n = 100 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10 കിട്ടും, 10 സെന്റിമീറ്റർ കിട്ടും. സോ ഇറ്റ്സ് ഫൈൻ ആക്ച്വലി. ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന 4 എന്നാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടിങ് n = 0 to അപ്പോൾ ഒരു 99 വരെ പോകുള്ളൂ. സോ അതിന് പകരമാണ് ഞാൻ 1 to 100. എനിവേ നമ്മുടെ അപ്രോക്സിമേറ്റ് ആൻസർ ആണ് വേണ്ടത്. വെദർ യു സം ഫ്രം 0 to 99 or 1 to 100, ഇറ്റ്സ് റഫ്ലി ഇത് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 2π റേഡിയസ് എന്ന് പറയുന്നത് 4 plus n into 0.06. So that is sum over n 8π plus sum over n 0.06 times 2π times n. So ഇത് എന്ന് പറഞ്ഞാൽ ഇത് 100 times 8π ആഡ് ചെയ്യുന്നതാണ്, which is equal to 800π. And ഇവിടെ 2π times 0.06 പുറത്തു വരുന്നു. ആൻഡ് സം ഓവർ n ആണ്. സം ഓവർ എൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് n സം ഓവർ n = 1 to സം നമ്പർ ക്യാപിറ്റൽ n വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം n into n+1 ഡിവൈഡ് ബൈ 2. ഇറ്റ്സ് എ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം. സോ ഇവിടെ 1 തൊട്ട് 100 വരെയാണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് 100 ടൈംസ് 101 ഡിവൈഡ് ബൈ 2. സോ കാൽക്കുലേറ്റ് ചെയ്യുക. പൈ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 3.14 എടുക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നില്ല, അഗൈൻ ഇതൊക്കെ കാൽക്കുലേഷൻസ് എല്ലാം നിങ്ങൾ മാനുവലി ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4417 സെന്റിമീറ്റർ ഓർ 44.17 മീറ്റർ എന്നാണ്. സോ നിങ്ങളുടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 44 മീറ്റർ. ഇവിടെ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. മറ്റേ ആൻസേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈവൻ ക്ലോസ്. ലൈക്ക് ഒന്ന് ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫാണ്. സോ നിങ്ങളിവിടെ അപ്രോക്സിമേഷനിൽ 0 to 99 എടുത്തു കഴിഞ്ഞാലും ഇതൊരിക്കലും പകുതിയൊന്നും ആകാൻ പോകുന്നില്ല. അൺലസ് യു മേക്ക് ഒരു ഫാക്ടർ മിസ്റ്റേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എനിവേ 2.2 4.4 എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ വളരെ 100 ടൈംസ് ഓർ ലെസർ വാല്യൂസ് ആണ്. സോ എനിവേ അപ്രോക്സിമേറ്റ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് 44 മീറ്റർ ആണ്. ഇനി ഇത് എങ്ങനെ ഒരു എക്സാക്ട് മെത്തേഡും കൂടി ഞാൻ പറയാം. സോ അപ്രോക്സിമേറ്റ്ലി ചെയ്താൽ മതി. ദിസ് ഇസ് വൺ വേ ടു ഡു ദാറ്റ്. ലെറ്റ്സ് ജസ്റ്റ് ഡു അനദർ വേ ഓൾസോ. സോ ഒരു സ്പൈറലിന്റെ ഇക്വേഷൻ ആണ് ബേസ് ചെയ്തിട്ട്. ഇതൊരു പോളാർ കോർഡിനേറ്റ്സിൽ വേണമെങ്കിൽ ചെയ്യാം. സോ നിങ്ങളൊരു സ്പൈറൽ ഔട്ട് ചെയ്യുന്ന ഒരു കേസ് എടുക്കുക. ഇവിടെ നിങ്ങളുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. തീറ്റ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലീനിയർലി നിങ്ങളുടെ റേഡിയസ് കൂടി വരുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ സ്പൈറൽ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു കേസിൽ എ എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
ബേസിക്കലി നിങ്ങൾക്ക് പിന്നെ നമുക്ക് എന്താണ് ഇന്റഗ്രൽ അഗൈൻ ദ സെയിം തിങ് ഇന്റഗ്രൽ ഒരു നിങ്ങളൊരു ആർ ഡി തീറ്റ ആണ് ഒരു സപ്പോസ് ഡി തീറ്റ മൂവ്മെന്റ് ചെയ്തു എന്ന് വിചാരിക്കുക ആംഗുലർ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സ്റ്റൈലസ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ദിസ്. സോ a if you can write r as a function of theta and you can integrate with respect to theta, that's your answer. So here a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എ കണ്ടുപിടിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ്ലി എഴുതാൻ പോവാണ്. യു വിൽ ഗെറ്റ് ടു സീ ഹൗ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ഓക്കെ, മേ ബി 10 minus 4. ഞാനത് ഇലാബറേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ തീറ്റ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇവർ പറയുന്നത് 100 ടൈംസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. ഒരു വട്ടം റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തീറ്റ 2π ടേൺ ചെയ്ത് കഴിഞ്ഞു. തീറ്റാന്റെ റേഞ്ച് എന്ന് പറയുന്നത് തീറ്റ 0 തൊട്ട് തീറ്റ 100 ടൈംസ് 2π വരെയാണ് ചുറ്റുന്നത്, വിച്ച് ഇസ് 200π. ദാറ്റ് ഈസ് യുവർ റേഞ്ച് ഓഫ് തീറ്റ. സോ അങ്ങനെയാണ് ഇവിടെ 200π വരുന്നത്. ആൻഡ് ഇവർ തീറ്റ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ടൈം ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് റേഡിയസ് 4 വിച്ച് ഇസ് യുവർ ഇനീഷ്യൽ വാല്യൂ. നൗ തീറ്റ 200 വന്നു കഴിഞ്ഞാൽ 200π വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ക്യാൻസൽ ചെയ്തു പോകും. ദെൻ യു വിൽ ഗെറ്റ് 4 + 6 വിച്ച് ഇസ് 10. സോ ദാറ്റ് ഈസ് യുവർ ഈ ഇക്വേഷൻ ബേസിക്കലി ഒരു ലീനിയർ ഇക്വേഷൻ. ഈ തീറ്റ പ്ലസ് സി ഞാൻ സോൾവ് ചെയ്തതാണ് സച്ച് ദാറ്റ് യുവർ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ ഓഫ് 0 എന്ന് പറയുന്നത് 0യും ആർ ഓഫ് 200π എന്ന് പറയുന്നത് 10ഉം വരുന്ന തരത്തിൽ ഞാൻ എയും തീറ്റയും എയും സിയും കണ്ടുപിടിച്ചാണ്. സി ആണ് നിങ്ങളുടെ 4, എ ആണ് നിങ്ങളുടെ ഈ ഒരു ഫാക്ടർ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ്. സ്ലോപ്പും ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ആർ കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആർ ഡി തീറ്റ 4 + 6/200π തീറ്റ ഡി തീറ്റ. തീറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 0 തൊട്ട് 200π വരെയാണ്. So you will get the first term 4 times 200π വരും, which is 800π. നമുക്ക് ഓൾറെഡി നേരത്തെ കഴിഞ്ഞ അപ്രോക്സിമേറ്റ് ആൻസറിലും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 800π തന്നെയായിരുന്നു. അത് തന്നെയാണ് നമുക്ക് കൂടി കിട്ടിയിട്ടുള്ളത്. പ്ലസ് നിങ്ങളുടെ അടുത്ത ടേം എന്ന് പറയുന്നത് 6/200π ഇന്റഗ്രൽ തീറ്റ ഡി തീറ്റ വിച്ച് ഇസ് തീറ്റ സ്ക്വയർ ബൈ 2. 1/2 ഞാൻ പുറത്തെടുക്കുകയാണ്. സീറോ തൊട്ട് 200π വരെ പോകുന്നു. So that will give you your answer. കുറച്ച് കമ്പയർഡ് ടു ദ പ്രീവിയസ് വൺ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ആക്ച്വലി നോട്ട് ദാറ്റ് ഈസി. യു ഹാവ് ടു ഡു 100 × 100 times 1 and divide by 2. നോട്ട് ദാറ്റ് ഈസി ഐ വുഡ് സേ. ഇത് കുറച്ചുകൂടി പൈ സ്ക്വയർ എല്ലാം വരുന്നുണ്ട് ഇവിടെ. സോ സോറി, ഐ ഫോർഗോട്ട്. ഓ സോറി, പൈ 1/π ആണ്. So this is 3/200. So there is a pi square here and pi താഴെ ഉണ്ട്. So cancel ചെയ്ത് പോകും.
3 pi. Okay, so that is your 200 square. This is actually 200 square. So here, if you multiply, take pi as 3.14, you will get the correct answer എന്ന് പറയുന്നത് 43.98 മീറ്റർ ആണ്. കമ്പയർ ചെയ്യുക പ്രീവിയസ്, ദിസ് ഇസ് അപ്രോക്സിമേറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ 44.17 ആയിരുന്നു. ഇത് എക്സാക്റ്റ് ആണ്. ഇവിടെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്, പക്ഷേ ഇൻ റിയാലിറ്റി അത് അങ്ങനെയല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്പൈറൽ. സോ ഇതാണ് എക്സാക്റ്റ് ആൻസർ. പക്ഷേ ഇതും ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുക ടു ദ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ്. then I will get an answer 44 meter again. So anyway, if it is approximate or exact, you will get the right answer. So, നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് തരത്തിൽ ചെയ്യണം എന്നുള്ളത്. ഞാൻ 2 വഴികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളൂ. യു ക്യാൻ ചൂസ് യുവർ ഓൺ. Okay, so the 7th one. In how many distinct ways can 128 identical marbles be arranged in a complete rectangular grid? സോ നിങ്ങൾക്ക് 128 ഐഡന്റിക്കൽ മാർബിൾസ് ഉണ്ട്. സോ നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്ത് ലൈക്ക് ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ വെക്കുകയാണ്. സോ സംതിങ് ലൈക്ക് ദിസ്. എത്ര പോസിബിലിറ്റീസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്റിഗാർഡിങ് ദ ഓറിയന്റേഷൻ ഓഫ് ദി ഗ്രിഡ്. സോ ഈസി ക്വസ്റ്റൻ ആണ്. 128 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എങ്ങനെയൊക്കെ 128നെ ഫാക്ടറൈസ് ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. So 2 into 64, 4 into 32, and 8 into 16. Okay, next one വരുന്നത് it's again 16/18 ആയിരിക്കും വരുന്നത്. പക്ഷേ this is also repetition. Like ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ പക്ഷെ ഇവർ പറയുന്നുണ്ട് ഓറിയന്റേഷൻ ഡിസ്റിഗാർഡ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ദീസ് ബോത്ത് ആർ സെയിം. നിങ്ങളുടെ ഡിസ്റ്റിങ് ചോയ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. സോ ആക്ച്വലി 1 into 128 ഒരു ഓപ്ഷൻ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നി, ബിക്കോസ് 1 മീൻസ് 1 റോ. ബട്ട് 1 ഇല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ആകെ 3 ഓപ്ഷനുള്ള വിച്ച് ഇസ് നോട്ട് ഇൻ ദ ആൻസർ. സോ പ്രോബബ്ലി ദേ ഷുഡ് ബി കൺസിഡറിങ് 1 into 128 ഓൾസോ. സോ ദാറ്റ്സ് ഹൗ you get the answer 4. Okay, next one. Areas and populations of 4 states S1, S2, S3, S4 are shown. Their arrangement in decreasing order of population density. Okay, so തന്നിരിക്കുന്നത് 4 സിറ്റികളാണ്. അവരുടെ ഏരിയയും അവരിൽ ആ ഏരിയയിൽ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ പോപ്പുലേഷനുമാണ്. ഇതിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ ഇൻഫർ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ. സോ ഇവിടെ എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സിൻസ് എല്ലാം ഒരേ ഗ്രാഫിലായതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ആക്ച്വലി ഈസിയാണ്. സോ ഇഫ് യു ടേക്ക് ദ S1, സപ്പോസ് S1 എന്ന് പറയുന്നത് 1 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ബേസിക്കലി നിങ്ങളുടെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് population divided by area. So this by this, so roughly like 300 divided by 100. So this will be for S1, this is roughly 3. Okay, so sorry, it's the other way around. 1/3 actually. So it's 1/3 million
per 1000 kilometers. Anyway, I mean, we don't have to write these numbers. Like, suppose this is 1. ഇത് നമ്മൾ 1 ആണെന്ന് എടുത്തു എന്ന് വിചാരിക്കാം. സ്കെയിൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് 1 ആണെന്ന് എടുക്കുക. അതിന് റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യുവർ ഡൺ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് S2. S2, നിങ്ങൾ if I draw the straight line, you will see it is actually less than. നിങ്ങൾ ഈ വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈനിന് എക്സാക്ട്ലി സെയിം ആയിരുന്നു S2 എങ്കിൽ ദിസ് ബി ഓൾസോ 1. പക്ഷേ ഇവിടെ പോപ്പുലേഷന്റെ ബാറ് ഏരിയയുടെ ബാറിനേക്കാൾ താഴെയാണ് കളിക്കുന്നത്. സോ ദാറ്റ് മീൻസ് പോപ്പുലേഷൻ ബൈ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ബി ലെസ് ദാൻ. സോ S2 will be having population density less than 1 in units of S1, something like that. Now S3, do the same. See, it's actually above. So for S3, it is population is greater than the area bar. So that means this is greater than 1. And finally S4 also, like it's actually very high. നമുക്ക് റഫ് എസ്റ്റിമേഷൻ മാത്രമേ വേണ്ടൂ. ഇനി ഓക്കെ, നമുക്ക് ഇത് കിട്ടി. ഇനി ഡിക്രീസിങ് ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ദ ലാർജസ്റ്റ് വൺ കംസ് ഫസ്റ്റ്, then the least, then S1, which is my unit 1, then S2, S4, S3, S1, S2. That is my right answer. നിങ്ങൾക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് വെച്ച് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. സോ ദാറ്റ് ലൈക്ക് S1ന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റഫ്ലി 1/3 ആയിരിക്കും. ദിസ് വിൽ ബി 1ന് പകരം 1/3 ആയിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്പേഴ്സ് അറിയില്ല, അതാണ് പ്രശ്നം. S1 സംഹൗ ഇറ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദിസ്. പക്ഷെ മറ്റു കേസുകളിൽ അത് അറിയില്ല. സോ ഒരു വിഷ്വൽ ഒബ്സർവേഷൻ മാത്രമേ നമുക്ക് ഇവിടെ നടത്താൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ബെറ്റർ ദാൻ വർക്കിംഗ് വിത്ത് ദിസ് എക്സാക്ട് നമ്പേഴ്സ്, ഈ ഒരു മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. വൺ ഓഫ് ദം ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് മറ്റുള്ളത് കണ്ടുപിടിക്കുക. സോ യു ക്യാൻ അറേഞ്ച്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ആൻസർ കീ ഐ തിങ്ക് ഇറ്റ് ഈസ് റോങ്. either there is something missing in the question or ഞാൻ മനസ്സിലാക്കിയത് മേ ബി തെറ്റായിരിക്കാം, അത് പോസിബിൾ ആണ്. സോ ഒരു ടൗണിലെ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ് അറ്റ് യൂണിഫോം റേറ്റ്. സോ ടിപ്പിക്കലി ഇൻക്രീസിങ് ഇൻ യൂണിഫോം റേറ്റ് മീൻസ് ഇറ്റ്സ് if you have time here and if you have population here, it's a straight line. That's what it means. ഒരു സ്ലോപ്പ് യൂണിഫോം ആയിരിക്കും. And given that population was 90,000 and 96,000 in 2022 and 23 respectively, what will be the population in 24? So actually ഒരു കൊല്ലം കൊണ്ട് എത്രയാണ് ഇവിടെ പോപ്പുലേഷൻ? ഇത്രയും സിമ്പിളായിട്ട് ഇത് ആക്ച്വലി ഇങ്ങനെ ചെയ്യാം. 2022 23 പോയപ്പോൾ പോപ്പുലേഷൻ 6,000 കൂടി. സോ 2023 പോപ്പുലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സോ ദാറ്റ് മീൻസ് 2023 സിൻസ് ദ സ്ലോപ്പ് ഇസ് ദ സെയിം, നിങ്ങളുടെ ഡെൽറ്റ ടി ഒരു ഡെൽറ്റ ടിക്ക് കറസ്പോണ്ടിങ് ഡെൽറ്റ പി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ്സ് വട്ട് ദ സ്ലോപ്പ് ഈസ്. സോ 2023 2024 പോകുമ്പോഴും there must be an increase of 6,000. That's what the steady increase in the എന്താ പറയുക യൂണിഫോം റേറ്റിലുള്ള ഇൻക്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സോ that means the population should be 96,000 plus 6,000. ഇതാണ് എനിക്ക് കിട്ടുന്ന ആൻസർ, which is option 1. But I don't know how they are getting the answer. So this is not
clear to me. So at least from the given details, I will go for option 1. Okay. So next one. ഇതും ഒരു ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. A graph shows the observations and regression line of the number of progeny on the tail length of male birds. So progeny, I actually searched. ചിലപ്പോൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ വരാറുണ്ട്. ബേസിക്കലി ഓഫ് സ്പ്രിങ്സ്, ഓർക്കിഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷിയുടെ കുട്ടികളുടെ എണ്ണവും അവരുടെ എന്താ പറയുക മെയിൽ ആയിട്ടുള്ള പക്ഷികൾ, മെയിൽ ബേർഡ്സും അവരുടെ നമ്പർ ഓഫ് സ്പ്രിങ്സിൻ്റെയും ഒരു ചാർട്ടാണ് തന്നിരിക്കുന്നത്. ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1, പ്രൊഡ്യൂസിങ് ലെസ് പ്രൊഗണി ഡിക്രീസസ് ദ ടെയിൽ ലെങ്ത് ഓഫ് ദി മെയിൽസ്. സോ അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കോറിലേഷൻ ഉണ്ടായിട്ടില്ല. അതായത് നമ്പർ ഓഫ് പ്രൊഗണി ഓഫ് സ്പ്രിങ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ there is a correlation between tail length. Tail length കൂടുതൽ, ടിപ്പിക്കലി tail length കൂടുതലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഓഫ് സ്പ്രിങ്സ് ഉള്ളത്. അതാണ് ഈ ഒരു റഫ്ലി നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഓപ്ഷൻ 1 പറയുന്നത് പ്രൊഡ്യൂസിങ് ലെസ് പ്രൊഗണി ഡിക്രീസസ്, അതായത് കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരുടെ ടെയിൽ ലെങ്ത് കുറഞ്ഞു പോയി. വിച്ച് ഇസ് ആക്ച്വലി നോട്ട് വാട്ട് ദിസ് മീൻസ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ. യു തിങ്ക് ഫിസിക്കലി കുട്ടികളുണ്ടായെന്ന് വെച്ചിട്ട് ഒരിക്കലും ആ ബേർഡിൻ്റെ ആക്ച്വലി ഈ ഒരു ചാർട്ടെന്ന് ജസ്റ്റ് യു ക്യാൻ സേ ദാറ്റ്. പക്ഷെ അതിൻ്റെ മീനിങ് അതല്ല. അതായത് ടെയിൽ ലെങ്ത് കുറഞ്ഞവർക്ക് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് കുറവാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തിരിച്ചല്ല. അതായത് ഓഫ് സ്പ്രിങ്സ് കുറഞ്ഞത് കൊണ്ടല്ല. സോ ഇതിൽ കൈൻഡ് ഓഫ് ഇറ്റ്സ് എ വൈ ഓഫ് എക്സ്, നോട്ട് എക്സ് ഓഫ് വൈ. ഇതാണ് നിങ്ങളെ എന്താ പറയുക എക്സ് കോർഡിനേറ്റ്. ഇതിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നിങ്ങളുടെ നമ്പർ ഓഫ് പ്രൊഗണി പോകുന്നത്. So option 1 is not correct in that sense. Males cannot have a tail length lesser than 10 mm. So 10 mm താഴെ ഡാറ്റ പോയിന്റ്സ് ഇല്ല എന്ന് വെച്ചിട്ട് ഇത് ശരിയാവണമെന്നില്ല. ദിസ് ഇസ് റോങ്. Males with longer tails tend to father more progeny. So longer tails ഉണ്ടെങ്കിൽ more kids ഉണ്ടാവാം. അത് which is correlated here from here. അതായത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ tail length കൂടുതലാണെങ്കിൽ there is a trend that the number of offsprings are higher. For a male with 25 mm tail, which is here, the expected number of progeny is 4, so, which is not correct. So option 3 മാത്രമാണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ 1 ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും പറയുന്നത് ആക്ച്വലി ഒരേ കാര്യമല്ല. ഇത് രണ്ട് കാര്യങ്ങളാണ്. ബിക്കോസ് ഇറ്റ്സ് വാട്ട് ഐ വാസ് സെയിങ്, ലൈക്ക് ഇറ്റ്സ് y of x. So suppose this is y and this is x. തന്നിരിക്കുന്നത് y of x ആണ്, അല്ലാതെ x of y അല്ല. x as a function of y എന്നല്ല തന്നിരിക്കുന്നത്. That's all. Okay, let's